ഷിരൂരിൽ മണ്ണിടിച്ചിൽ കുടുങ്ങി അർജുനെ കണ്ടെത്താനുള്ള തെരച്ചിൽ നിർണായക ഘട്ടത്തിൽ. റഡാർ ഉപയോഗിച്ചുള്ള തെരച്ചിലിൽ ലോറിയുടേത് എന്ന് സംശയിക്കുന്ന സിഗ്നൽ ലഭിച്ചു. സിഗ്നൽ കണ്ടെത്തിയ സ്ഥലത്തെ മണ്ണ് നീക്കം ചെയ്ത് പരിശോധന നടത്തും. സൂറത്കൽ NITയിൽ നിന്നുള്ള വിദഗ്ധ സംഘമാണ് റഡാർ തെരച്ചിലിന് നേതൃത്വം നൽകിയത്. അപകട സ്ഥലത്ത് കനത്ത മഴ പെയ്യുന്നത് രക്ഷാദൌത്യത്തിന് വെല്ലുവിളിയാണ്. കർണാടക ആരോഗ്യമന്ത്രി മംഗളവൈദ്യയും കേന്ദ്രമന്ത്രി HD കുമാരസ്വാമിയും അപകട സ്ഥലം സന്ദർശിക്കും. കർണാടകയിലെ അങ്കോലയിൽ ഞങ്ങളുടെ പ്രതിനിധികൾ അരുൺ പാറക്കലും കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദും ചേരുന്നു. ആദ്യം അരുണിലേക്ക് തന്നെയാണ്. അരുൺ, നമ്മൾ ആ ദൃശ്യങ്ങൾ അവിടെ പോയി നേരിട്ട് കാണുമ്പോഴാണ് പ്രേക്ഷകർക്കും അടക്കം മനസ്സിലാവുന്നത്. അതിഭീകരമായ ദൃശ്യങ്ങളാണ്. നമുക്ക് വിവരിക്കാൻ കഴിയാത്തത്ര രീതിയിൽ മണ്ണ് ഇടിഞ്ഞ് കിടപ്പാണ് ആ മേഖലയിലൊക്കെ. രക്ഷാപ്രവർത്തനത്തിന്റെ ഏറ്റവും ലാസ്റ്റ് അപ്ഡേറ്റ് എന്താണ് അരുൺ? ഹാഷ്മി, റഡാർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് സൂറത്ത് NITയിലെ വിദഗ്ധർ ഇവിടെ പരിശോധന നടത്തിയിരുന്നു. ലോറിയുടേതെന്ന് സംശയിക്കുന്ന, നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാവുന്ന പോലെ തന്നെ ആ പ്രദേശത്താണ് ഈ പരിശോധന നടന്നത്. ലോറിയുടേതെന്ന് സംശയിക്കപ്പെടുന്ന ഒരു സിഗ്നൽ ലഭിച്ചു എന്നത് മാത്രമാണ് നമുക്ക് ഔദ്യോഗികമായി പറയാൻ സാധിക്കുന്നത്. കാരണം ഒരു വലിയ കുന്നാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ ഹാഷ്മി, ആ ഭീകര അന്തരീക്ഷം, അതായത് അത്രത്തോളം വ്യാപ്തി, അപകടത്തിൻ്റെ വ്യാപ്തി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏകദേശം ഒരു 3-4 വലിയ തെങ്ങിൻ്റെ പൊക്കത്തിലാണ് ആ കുന്നുള്ളത്, ആ മലയുള്ളത്. ആ മലയാണ് ഇടിഞ്ഞ് ആ മണ്ണൊന്നടങ്കം ആ ദേശീയപാത, കർണാൽ മംഗലാപുരം ദേശീയപാതയും താണ്ടി ആ ദേശീയപാതയൊക്കെ മറികടന്നുകൊണ്ട് അവിടെ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങളും അവിടെ ഉണ്ടായിരുന്ന കടകളെയും ഒക്കെ എടുത്തുകൊണ്ട് ഈ നദിയുടെ ഏകദേശം പകുതി ഭാഗത്തേക്ക് എത്തിയത്. അപ്പോൾ അത്രത്തോളം വലിയ ഒരു വ്യാപ്തിയുള്ള ഒരു അപകടമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇന്ന് റഡാർ സംവിധാനം ഉപയോഗിച്ച് പരിശോധന നടത്തുമെന്നതായിരുന്നു ഏറ്റവും ശുഭപ്രതീക്ഷയോടെ ഏവരും ഉറ്റുനോക്കിയ ഒരു സംഭവം. ഇന്ന് ആദ്യഘട്ട പരിശോധന വിദഗ്ധരെത്തി നടത്തി. ആ സമയത്ത് ഈ മണ്ണിനടിയിൽ ലോറിയുടേതെന്ന് സംശയിക്കപ്പെടുന്ന ഒരു സിഗ്നൽ ലഭിച്ചു. ഇനി അത് കൂടുതൽ അതിലൊരു സ്ഥിരീകരണം വരണമെങ്കിൽ, കൂടുതലൊരു വ്യക്തത വരണമെങ്കിൽ ആ മണ്ണ് കുറച്ചുകൂടി നീക്കം ചെയ്യണം. ആ മണ്ണ് കുറച്ചുകൂടി നീക്കം ചെയ്യാനുള്ള ഒരു പരിശ്രമമാണ് ഇപ്പോൾ. വലിയ മണ്ണിടിച്ചിലാണ്. ഒരുപാട് വാഹനങ്ങൾ ഒഴുകിപ്പോയിട്ടുണ്ട്. എത്ര വാഹനം എന്ന കാര്യം ആർക്കും അറിയില്ല. കർണാടക സർക്കാരിനോ ഈ രക്ഷാപ്രവർത്തകർക്കോ ആർക്കും ഒന്നും അറിയില്ല. അപ്പോൾ നമുക്ക് കിട്ടിയ സിഗ്നൽ നമ്മൾ അർജുൻ ഉണ്ടെന്ന് സംശയിക്കുന്ന വണ്ടിയുടേതാണ് എന്ന് സ്ഥിരീകരിക്കാനും ഇപ്പോൾ കഴിയില്ല, അല്ലേ അരുൺ? അതുതന്നെയാണ് ഈ റഡാർ സംവിധാനം ഉപയോഗിച്ച് ഇന്ന് നടത്തിയ പരിശോധനയിൽ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പറഞ്ഞത്. ഇത്രത്തോളം വ്യാപ്തിയിലാണ് ഈ അപകടം നടന്നിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു മൺകൂനയാണ് അവിടെ ആ റോഡിന് സൈഡിൽ നിൽക്കുന്നത്, ആ മണ്ണിടിഞ്ഞ് നിൽക്കുന്നത്. അതിനടിയിൽ ഉള്ളത് ഈ ലോറിയാണോ എന്നത് കൃത്യമായി നമുക്ക് വ്യക്തമാവില്ല. പ്രത്യേകിച്ച് ഈ റഡാർ പരിശോധന എന്ന് പറയുന്നത് ഒരു ഡ്രൈ സോയിലാണെങ്കിൽ മാത്രമാണ് ഈ റഡാർ പരിശോധനയിൽ ഒരു കൃത്യമായ സിഗ്നൽ ലഭിക്കുകയുള്ളൂ. ഇത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ, ഇന്ന് പുലർച്ചെയൊക്കെ നല്ല മഴയുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഈ ജില്ലയിൽ, ഉത്തര കന്നഡ ജില്ലയിൽ റെഡ് അലേർട്ടാണ്. അതുകൊണ്ട് ശക്തമായ മഴ ഇന്ന് പുലർച്ചെയൊക്കെ ഉണ്ടായിരുന്നു. ആ മലയിൽ നിന്ന്, ആ കാട്ടിൽ, ഉൾവനത്തിൽ നിന്ന് ഈ വെള്ളം ഇങ്ങനെ ഈ കുത്തിയൊലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ മണ്ണിനൊപ്പം വെള്ളവും ഇവിടേക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കൃത്യമായി റഡാർ പരിശോധനയിൽ കൃത്യമായി സിഗ്നൽ ലഭിക്കില്ല എന്നാണ് ഉദ്യോഗസ്ഥരും പറഞ്ഞത്. എന്തായാലും ഈ മണ്ണ് കുറച്ചുകൂടി നീക്കം ചെയ്താൽ അവിടെ ഈ ലോറി ഉണ്ടോ എന്നത് ഒരു വ്യക്തത വരും. ഒപ്പം ആ ഒരു ടവർ മറിഞ്ഞു കിടക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാവുന്നുണ്ട്. ആ ടവർ മറിഞ്ഞു കിടക്കുന്ന സ്ഥലത്താണ് ഈ ഭക്ഷണശാലയും അതുപോലെ തന്നെ ഈ ഭക്ഷണം കഴിക്കാൻ വരുന്ന ആളുകളൊക്കെ വാഹനങ്ങൾ പാർക്ക് ചെയ്തിരുന്ന ചെറിയൊരു പാർക്കിംഗ് കേന്ദ്രവും ഒക്കെ ഉള്ളത്. അവിടെ ഉണ്ടായിരുന്ന ആളുകളും അവിടെ ഉണ്ടായിരുന്ന വാഹനങ്ങളുമാണ് കൂടുതലും അപകടത്തിൽപ്പെട്ടത്. ആ സ്ഥലത്ത് തന്നെ ആയിരിക്കാം ഈ ലോറി, ഭാരത് ബെൻസിന്റെ ലോറി ഉള്ളത് എന്നൊരു നിഗമനത്തിലാണ് ഇപ്പോഴും രക്ഷാപ്രവർത്തക സംഘമുള്ളത്. പ്രത്യേകിച്ച് ഇന്നലെയും അതിന് തലേ ദിവസവുമൊക്കെ ലഭിച്ച GPS സിഗ്നലിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോഴും തെരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ റഡാർ പരിശോധന നടത്തി കൂടുതൽ ആധുനിക സംവിധാനങ്ങൾ എത്തിച്ചുകൊണ്ട് കൂടുതൽ പരിശോധന നടത്തണമെന്നാണ് ഇപ്പോൾ ഉയരുന്ന ആവശ്യം. എന്തായാലും റഡാർ പരിശോധനയിൽ ലോറിയുടേതെന്ന് സംശയിക്കുന്ന ചില സിഗ്നലുകൾ ലഭിച്ചു. പക്ഷേ അത് കൂടുതൽ വ്യക്തമാവണം. ലോറിയുടെ അതേ രൂപത്തിലും അതേ നീളത്തിലുമൊക്കെയുള്ള സിഗ്നൽ ആയിരിക്കണം ലഭിക്കേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് അങ്ങനെ ഒരു വാഹനം അവിടെ ഉണ്ടെന്ന് സംശയിക്കാൻ കഴിയൂ. ആ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ തെരച്ചിലുമായി മുന്നോട്ട് പോകാൻ സാധിക്കൂ. നിലവിൽ ഒരു ലോഹത്തിൻ്റെ ഒരു സിഗ്നൽ മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തെരച്ചിൽ തുടരുന്നത്. ഇപ്പോൾ ഈ മണ്ണ് അവിടെ നിന്ന് മാറ്റിയാൽ മാത്രമേ ഹാഷ്മി കൂടുതൽ നമുക്ക് വ്യക്തത അക്കാര്യത്തിൽ ഉണ്ടാകൂ. അരുൺ, ഈ മണ്ണ് മാറ്റൽ നടക്കില്ല എന്ന് പറഞ്ഞാൽ ഈ മണ്ണ് മുഴുവൻ മാറ്റി ആ വണ്ടി കണ്ടെത്തുക എന്ന് പറയുന്നത് ഏതാണ്ട് അസാധ്യമാണ്. കാര്യം അത്രത്തോളം ടൺ കണക്കിന് മണ്ണാണ്. എന്ന് പറഞ്ഞാൽ 4 നില ഒരു കെട്ടിടത്തിന്റെ അളവിലൊക്കെ മണ്ണ് കൂടി കിടക്കുമ്പോൾ ഈ നമ്മൾ ഇന്നലെയൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ ഈ സൈഡിൽ നിന്ന് മണ്ണ് മാറ്റുക പോലെയുള്ള പരിപാടി നടക്കില്ല.
ഒരു ബദൽ സംവിധാനം ഉണ്ടാവണം. ആ ബദൽ സംവിധാനത്തെ പറ്റിയുള്ള ആലോചന ഇപ്പോഴെന്താണ് അരുൺ നടക്കുന്നത്? ഹാഷ്മി, ഇന്ന് ഏകദേശം 2 മണിക്കൂർ മുൻപ് IG-യും അതുപോലെ തന്നെ MLA-മാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും ഒക്കെ തന്നെ ഇവിടേക്ക് എത്തിയിരുന്നു. ജില്ലാ ഭരണകൂടവും സ്ഥിതിഗതികൾ കൃത്യമായി വിലയിരുത്തുന്നുണ്ട്. ഒപ്പം കേരളത്തിൽ നിന്ന് നിയോഗിച്ച ഇതിനായി പ്രത്യേകമായി നിയോഗിച്ച ഉദ്യോഗസ്ഥരും ഇവിടെയുണ്ട്. അവരൊക്കെ തന്നെ കൂടിച്ചേർന്നുകൊണ്ട് ഇനി ബദൽ സംവിധാനം എന്താണ് നടപ്പിലാക്കേണ്ടത് എന്ന കാര്യം ആലോചിക്കുന്നുണ്ട്. ഇനി എന്താണ് ഇവിടേക്ക് കൊണ്ടുവരേണ്ടത്, കൂടുതൽ ആധുനികമായ ഉപകരണങ്ങൾ, ആധുനിക സാങ്കേതിക വിദ്യകൾ ഇവിടേക്ക് ഉപയോഗിക്കണമെന്ന കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ ഇന്ന് ഉച്ചവരെ റഡാർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന മാത്രമാണ് നടന്നിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു നിഗമനത്തിലാണിപ്പോൾ ഈ തെരച്ചിലൊക്കെ തന്നെ നടക്കുന്നത്. ഇപ്പോഴും മണ്ണ് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ടവർ കാണുന്ന ആ പ്രദേശത്ത് ഈ ലോറി ഉണ്ട് എന്നൊരു നിഗമനത്തിൽ തന്നെയാണ് ഈ രക്ഷാപ്രവർത്തക സംഘമുള്ളത്. ഈ നദിയിൽ, ഗംഗാവലി നദിയിൽ ഇന്ന് ഉച്ചവരെ സ്കൂബ ടീം പരിശോധന നടത്തിയിരുന്നു. 4-5 ബോട്ടുകളിലായി സംഘങ്ങളായി തിരിഞ്ഞായിരുന്നു പരിശോധന നടത്തിയത്. ആ സമയത്ത് ഈ നദിയിൽ എവിടെയും ഒരു വാഹനങ്ങളും ഒരു മനുഷ്യ ശരീരങ്ങളോ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അത് ആശ്വാസകരമായ ഒന്നാണ്. കാരണം ഈ കുന്നിടിഞ്ഞ സമയത്ത് ഒരുപാട് ആളുകൾ ഈ പുഴയിലേക്ക് അകപ്പെട്ടു. ഒപ്പം ഈ പുഴയും കടലും സംഗമിക്കുന്ന ആ സ്ഥലത്തു നിന്നാണ് കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയതെന്ന് സമീപവാസികൾ ഉൾപ്പെടെ വിവരിക്കുന്നൊരു സാഹചര്യമുണ്ടായി. എന്തായാലും ഇന്നും ഇന്നലെയും ഒന്നും നടത്തിയ തെരച്ചിലിൽ, നദിയിൽ നടത്തിയ തെരച്ചിലിൽ വാഹനങ്ങളോ അല്ലെങ്കിൽ ആളുകളുടെ മൃതശരീരങ്ങളോ ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ മണ്ണിനടിയിൽ തന്നെയാണ് ഈ വാഹനവും അതുപോലെ ഈ ആളുമുള്ളത്. എന്തായാലും അർജുൻ ജീവനോടെ തന്നെ ആ വാഹനത്തിനുള്ളിൽ ഉണ്ട് എന്നാണ് ഇപ്പോഴും വിശ്വാസം. ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തെരച്ചിലൊക്കെ മുന്നോട്ട് പോകുന്നത്. നേരത്തെ MLA സംസാരിച്ചിരുന്നു. MLA നമ്മളോട് പങ്കുവച്ചത് 100% ശുഭപ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ തെരച്ചിൽ മുന്നോട്ട് പോകുന്നത്. അർജുനെ, ആ ചെറുപ്പക്കാരനെ ജീവനോടെ തന്നെ രക്ഷിച്ചെടുക്കാൻ നമുക്ക് കഴിയുമെന്ന ഉറച്ച പ്രതീക്ഷ മുന്നോട്ട് പോവുകയാണ്. പ്രേക്ഷകർക്ക് ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകും ആ സംഭവത്തിന്റെ ഒരു ഭീകരത. ഒരു വലിയ മലനിരയുടെ ഒരു ഭാഗം അങ്ങനെ ചെത്തി ഇറക്കിയ പോലെ ഇങ്ങിയ റോഡിലോട്ടും ആ ഗംഗാവലി പുഴയിലേക്കൊക്കെ വീണ് കിടക്കുകയാണ്. അതിനുള്ളിലാണ് നമ്മുടെ അർജുനുള്ളത്. നമ്മുടെ അർജുന ലോറി അതിനുള്ളിൽ എവിടെയോ ആണ്. അത് കണ്ടെത്താൻ ഇപ്പോഴും കഴിയുന്നില്ല എന്നുള്ളത് അങ്ങേയറ്റം സങ്കടകരമാണ്, ദൗർഭാഗ്യകരമാണ്. പക്ഷേ അവിടെ ശ്രമങ്ങൾ നടക്കുന്നില്ല. ആദ്യം ഒരു 48 മണിക്കൂറൊക്കെ കാര്യമായ ശ്രമങ്ങൾ ഉണ്ടായില്ലെങ്കിൽ ഇന്നലെ മുതൽ അതീവ ഒരുപക്ഷെ മനുഷ്യസാധ്യമായ ആയതിൻ്റെ അത്യാവശ്യം കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ. പക്ഷേ ഈ വാഹനത്തിൻ്റെ ലൊക്കേഷൻ ഇപ്പോഴും കണ്ടെത്താൻ കഴിയുന്നില്ല. ഒരു സിഗ്നൽ കിട്ടിയെങ്കിൽ കൂടിയും അത് നമ്മുടെ വണ്ടിയാണോ എന്ന കാര്യം ഇപ്പോഴും സ്ഥിരീകരിക്കാൻ കഴിയുന്നുമില്ല. ഞാൻ എത്താം അരുൺ. അപ്പോൾ സമീർ C. മുഹമ്മദ്. സമീർ, അവിടെ നിന്ന് പ്രതീക്ഷയുടെ ഒരു ചെറിയ സൂചന വന്നത് ഈ വണ്ടിയുടെ ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു റഡാർ സിഗ്നൽ കിട്ടിയെന്നുള്ളതാണ്. അതിപ്പോഴും അവിടെ കടുത്ത പരിശോധന നടക്കുകയാണ്. അപ്പോൾ ഏറ്റവും ശുഭപ്രതീക്ഷയിൽ തന്നെ കുടുംബം കാത്തിരിക്കുകയല്ലേ അവിടെ നിന്ന് വരുന്ന നല്ല വാർത്തയ്ക്കായി? സമീർ. ഹാഷ്മി, തീർച്ചയായും നല്ല ശുഭവാർത്ത വരുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് കുടുംബം ഉള്ളത്. ഇപ്പോൾ അർജുൻ്റെ സഹോദരനും അതുപോലെ തന്നെ സഹോദരിയുടെ ഭർത്താവും അവിടെയാണ് ഉള്ളത്. ജിതിൻ ഉൾപ്പെടെയുള്ളവർ അവിടെയുണ്ട്. ഒപ്പം തന്നെ കേരളത്തിൽ നിന്ന് പ്രത്യേകം നിയോഗിക്കപ്പെട്ടുള്ള കാസർഗോഡ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള 3 അംഗ പോലീസ് ഉദ്യോഗസ്ഥരുമുണ്ട്. മറ്റ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്യോഗസ്ഥരുമുണ്ട്. ഇപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ ജിതിനും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അപ്പോൾ തന്നെ ഈ കുടുംബത്തെ അറിയിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ റഡാർ സംവിധാനം ഉപയോഗിച്ചുള്ള പരിശോധനയിൽ ശുഭസൂചനകൾ വരുന്നു എന്നുള്ളതാണ്. ഒരു വാഹനത്തിന്റെ സാന്നിധ്യം അവിടെ ഉണ്ട് എന്ന് കണ്ടെത്തുന്നു. അതിന്റെ പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുന്നു. അതിൽ വലിയ ഒരു പ്രതീക്ഷ ഈ കുടുംബം പങ്കുവെക്കുന്നുണ്ട്. ആശ്വാസകരമായ കാര്യമാണ് കുടുംബം പങ്കുവെക്കുന്നത്. അതേസമയം തന്നെ ഈ ഒരു തെരച്ചിൽ ഒരല്പം കൂടെ നേരത്തെ ആകാമായിരുന്നുവെങ്കിൽ ഇപ്പോൾ അർജുൻ തങ്ങൾക്കൊപ്പം ഉണ്ടാകുമായിരുന്നു, വളരെ വേഗത്തിൽ രക്ഷപ്പെടുത്താമായിരുന്നു എന്നുള്ള ഒരു കാര്യം കൂടി ഈ കുടുംബം പങ്കുവെക്കുന്നുണ്ട്. ചേവായൂർ പോലീസിൽ പരാതി നൽകി, അതുപോലെ തന്നെ കർണാടക പോലീസിലും പരാതി നൽകി. പക്ഷേ ആദ്യത്തെ 2 ദിവസം ഒരു വിധത്തിലുമുള്ള ചലനവും ഉണ്ടായില്ല. പിന്നീട് കേരളത്തിൽ നിന്നുള്ള ശക്തമായ സമ്മർദ്ദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് കർണാടക സർക്കാർ വിഷയത്തെ ഗൗരവമായി കാണുകയും ദ്രുതഗതിയിലുള്ള നടപടിയിലേക്ക് നീങ്ങുകയും ചെയ്തത്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് കാര്യമായ രീതിയിൽ അവിടെ തെരച്ചിൽ ആരംഭിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ ഏതായാലും റഡാർ സംവിധാനം ഉൾപ്പെടെ എത്തിച്ചുകൊണ്ടുള്ള പരിശോധന നടക്കുന്നു. അതിൽ വലിയ പ്രതീക്ഷ കുടുംബം പങ്കുവെക്കുന്നുണ്ട്. ആരോഗ്യത്തോടു കൂടെ തന്നെ അർജുൻ തിരിച്ചുവരും എന്നുള്ള ഒരു ഉറച്ച പ്രതീക്ഷയാണ് അച്ഛനും. അതുപോലെ തന്നെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, അതുപോലെ സഹോദരിമാർ 2 പേരുണ്ട്. ഈ വീട്ടിൽ ഭാര്യയും 2 വയസ്സുള്ള മകനുമുണ്ട്. അവരെല്ലാവരും ഉണ്ട്. ഒപ്പം തന്നെ നാട്ടുകാരെല്ലാം തന്നെ, ബന്ധുക്കളെല്ലാം തന്നെ ഇവിടേക്ക് എത്തുന്നുമുണ്ട്. എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ കാത്തിരിക്കുകയാണ് അർജുൻ്റെ
മടങ്ങിവരവിനായി. ഇപ്പോൾ 5 ദിവസം പിന്നിടുന്നു ഈ അപകടം നടന്നിട്ട്. അത് വലിയൊരു ആശങ്ക സൃഷ്ടിക്കുന്നുമുണ്ട്. അല്പസമയം മുമ്പ് ഇവിടെ മന്ത്രി AK ശശീന്ദ്രൻ എത്തിയിരുന്നു. ആവശ്യമായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. പ്രത്യേകമായിട്ട് ഈ വിഷയം മുഖ്യമന്ത്രി നേരിട്ട് വിലയിരുത്തുന്നുണ്ട്. ആവശ്യമായിട്ടുള്ള ക്രമീകരണവുമായിട്ട് മുന്നോട്ട് പോകാൻ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ തന്നെ കോഴിക്കോട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിലയിരുത്തുന്നതിനും ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ വരുത്തുന്നതിനെ കൊണ്ട് കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗിനെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഉചിതമായ രീതിയിലുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. ആശങ്ക വേണ്ട എന്ന കാര്യമാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ കുടുംബം ചില പരാതികൾ ഉന്നയിച്ചിരുന്നു സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്. അതുപോലെ തന്നെ കർണാടക സർക്കാരിൻ്റെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടായിട്ടുള്ള വലിയ രീതിയിലുള്ള ഒരു മോശമായിട്ടുള്ള പ്രവണത, അല്ലെങ്കിൽ ഈ 2 ദിവസത്തോളം ഇത് വൈകിപ്പിച്ചു എന്നുള്ള അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പരാതികളായിക്കൊണ്ട് തന്നെ മന്ത്രിയോട് ഈ കുടുംബം മുന്നോട്ട് വെച്ചിരുന്നു. ആ പരാതികളെല്ലാം നമുക്ക് പിന്നീട് അതെല്ലാം പിന്നീട് പരിഗണിക്കാം. ഇപ്പോൾ നമുക്ക് വേണ്ടത് അർജുനെ ജീവനോടെ തിരിച്ചെത്തിക്കുക എന്നുള്ളതാണ്. ആ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് മുന്നോട്ട് പോകുന്നത്. അതിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുക, ആവശ്യമായിട്ടുള്ള എല്ലാ സഹായം ഉറപ്പുവരുത്തുക എന്നാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. അതുമായി മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് മന്ത്രിയും വ്യക്തമാക്കി. ഒപ്പം തന്നെ ഇവിടെ കാനത്തിൽ ജമീല MLA-യും ആ കുടുംബത്തെ സന്ദർശിച്ചിരുന്നു. ആശ്വാസവാക്കുകൾ തന്നെയാണ് MLA-യും പങ്കുവെക്കുന്നത്. ഏതായാലും ഒരു നല്ല വാർത്ത ഇന്ന് തന്നെ അവിടുന്ന് ലഭിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ്. ഇന്നലെ രാത്രി വൈകിയും അവിടെ തിരച്ചിൽ നടത്തിയിരുന്നു. പിന്നീട് കാലാവസ്ഥ മോശമായ ഒരു പശ്ചാത്തലത്തിലാണ് ആ തിരച്ചിൽ അവസാനിപ്പിച്ചത്. ആ വേളയിൽ ഇന്നലെ രാത്രി തന്നെ ഒരുപക്ഷെ അർജുനെ കണ്ടെത്താനാകുമെന്നുള്ള ഒരു ഉറച്ച പ്രതീക്ഷയിലായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളായിക്കൊണ്ട് ആ കുടുംബത്തിന് ഉറക്കമില്ല. ഇന്നലെയും ആ വിധത്തിൽ തന്നെയായിരുന്നു. പക്ഷേ ഇന്നലെ രാത്രിയോട് കണ്ടെത്താൻ കഴിയുമെന്നുള്ള ആ പ്രതീക്ഷയോട് കൂടിയായിരുന്നു പിന്നീട് ആ തിരച്ചിൽ അവസാനിപ്പിച്ചത്. അർജുൻ്റെ അച്ഛനാണ്. വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ കുടുംബം കാത്തിരിക്കുകയാണ്. അധികം വൈകാതെ ഒരു നല്ല വാർത്ത അവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാര്യം അർജുൻ ജീവനോടെ ഇപ്പോഴും ആ വണ്ടിക്കുള്ളിലുണ്ട് എന്ന് പ്രതീക്ഷിക്കാൻ വാലിഡായിട്ടുള്ള പല റീസണുകൾ നമുക്കുണ്ട്. വണ്ടിയോട് GPS ലൊക്കേഷൻ, അർജുൻ്റെ ഫോൺ ഏറ്റവും കൂടുതൽ റിങ് ചെയ്ത് വണ്ടി ഓഫായി, പിന്നെ എഞ്ചിൻ വീണ്ടും ഓണാക്കിയതടക്കം അർജുൻ ജീവനോടെ മണ്ണിനടിയിൽ എവിടെ ഉണ്ട് എന്ന് അടിയുറച്ച് വിശ്വസിക്കാനുള്ള കാരണങ്ങൾ നമുക്ക് പലതാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രതീക്ഷകൾ കൂടുന്നതും. അരുൺ പാറക്കൽ തുടരുന്നുണ്ട്. അരുൺ, നമ്മൾ നേരത്തെ കണ്ട ഒരു വിഷ്വലില്ല, ഗംഗാവലിപ്പുഴയുടെ നടുക്ക് മണ്ണിങ്ങനെ കൂനിയാടി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ 10-25 അടി ആഴമുള്ള പുഴയാണ്. ആ പുഴയിൽ മണ്ണ് വീണ് ആ പുഴയ്ക്ക് മുകൾ തട്ടിലേക്ക് ആ മണ്ണ് ഉയർന്നു നിൽക്കണമെങ്കിൽ നമ്മൾ വിചാരിക്കുന്നതിനൊക്കെ അപ്പുറം മണ്ണിടിഞ്ഞിറങ്ങിയിട്ടുണ്ട് താഴേക്ക്. അരുൺ, ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പുഴയുടെ ആഴം മാത്രമല്ല, ഏകദേശം 1 കിലോമീറ്ററോളം വീതി, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശത്ത് ഗംഗാവലിപ്പുഴയ്ക്ക് 1 കിലോമീറ്ററോളം വീതിയുമുണ്ട്. ഈ ഗംഗാവലിപ്പുഴയുടെ പകുതിയോളം ഭാഗത്തേക്ക് ഈ മണ്ണ് ഇടിഞ്ഞു വീണു എന്നതാണ്. ഈ സമീപവാസി നേരത്തെ നമ്മളോട് സംസാരിച്ചിരുന്നു. ആ സമയത്ത് അദ്ദേഹം ഭയത്തോടു കൂടി വിവരിച്ചൊരു കാര്യം, ഈ മണ്ണ് ഇടിഞ്ഞ് ഈ പുഴയുടെ പകുതി ഭാഗത്തോളം എത്തിയ സമയത്ത് ഈ പുഴയുടെ ഒഴുക്ക് തടസ്സപ്പെട്ടു. അങ്ങനെ ഒഴുക്ക് തടസ്സപ്പെട്ടപ്പോൾ ഈ പുഴയിൽ നിന്ന് ജലം അതായത് അടുത്ത മറുകരയിലേക്ക് കയറി ആ മറുകരയിലുണ്ടായിരുന്ന ഈ മണ്ണിടിഞ്ഞ സ്ഥലത്ത് നിന്ന് മറുകരയിലുണ്ടായിരുന്ന 6ഓളം വീടുകൾ ഈ വെള്ളത്തിൽ ഒലിച്ചുപോയി. അവിടെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്ന് അദ്ദേഹം ഭയത്തോടു കൂടിയാണ് ആ കാര്യം വിവരിച്ചത്. അത്രത്തോളം ഭീകരമായൊരു അവസ്ഥ, അത്രത്തോളം ഭയാനകമായൊരു അവസ്ഥ, അങ്ങനെയുള്ളൊരു അപകടമാണ് ഇവിടെ ഉണ്ടായതെന്ന് നമുക്ക് ആ ദൃശ്യങ്ങളിൽ മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും നദിയിലൊക്കെ തന്നെ, ഈ പുഴയിലൊക്കെ, ഗംഗാവലി പുഴയിലൊക്കെ തന്നെ പരിശോധന നടത്തി. ഇതുവരെയും മറ്റൊരു തരത്തിൽ വാഹനങ്ങളോ അല്ലെങ്കിൽ മൃതദേഹങ്ങളോ ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ആ മണ്ണിനടിയിൽ തന്നെ ഇനി വാഹനങ്ങൾ ഉണ്ടെങ്കിൽ ഉണ്ടാകൂ എന്നൊരു നിഗമനത്തിൽ തന്നെയാണ് ഈ രക്ഷാപ്രവർത്തക സംഘമുള്ളത്. പ്രത്യേകിച്ച് ആ ഭക്ഷണശാലയും അതുപോലെ തന്നെ അവിടെയുള്ള പാർക്കിംഗ് കേന്ദ്രവും, ഒപ്പം ആ വഴി വന്നിരുന്ന കർണാൽ ഈ മംഗലാപുരം ദേശീയപാതയിലൂടെ വന്നിരുന്ന വാഹനങ്ങൾ അവിടെ തന്നെ കുടുങ്ങിക്കിടക്കാനുണ്ട്. കാരണം വലിയ വലിയ വാഹനങ്ങളായിരിക്കും, ടൺ കണക്കിന് ഭാരമുള്ള വാഹനങ്ങളായിരിക്കും. അതുകൊണ്ട് പെട്ടെന്ന് ചെറിയ രീതിയിലൊക്കെ 10 മീറ്ററോ 5 മീറ്ററോ തെന്നി നീങ്ങാനുള്ള സാധ്യതകൾ മാത്രമാണുള്ളൂ. ഇപ്പോൾ എനിക്ക് ഇവിടെ നിന്നാൽ മനസ്സിലാവുന്ന ഒരു കാര്യം, അവിടെ ആ മണ്ണിൽ ഡ്രില്ലിംഗ് പ്രവൃത്തി കൂടി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും അങ്ങനെയെങ്കിൽ ഡ്രില്ലിംഗ് പ്രവൃത്തി തുടങ്ങിയെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ആ ഒരു ലോറിയുടെ അല്ലെങ്കിൽ ഒരു വാഹനത്തിൻ്റെ ഒരു സാധ്യത, അതിൻ്റെ ഒരു സിഗ്നൽ ലഭിച്ചിരിക്കാം. ആ സിഗ്നൽ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഒരുപക്ഷെ ആ ഡ്രില്ലിംഗ് പ്രവൃത്തി ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. നിരവധി JCB-കൾ, ഹിറ്റാച്ചികളൊക്കെ അവിടെ എത്തി ആ മണ്ണ് നീക്കം ചെയ്യുന്നുണ്ട്. ഒപ്പം വലിയ ലോറികൾ എത്തിച്ച് അവിടുന്ന് മണ്ണ് മാറ്റുന്നുണ്ട്. ഡ്രില്ലിംഗ് പ്രവൃത്തിയും ആരംഭിച്ചിരിക്കുന്നു. ആ ഡ്രില്ലിംഗ് പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഏതെങ്കിലും രീതിയിൽ ലോറിയുടെ ഏതെങ്കിലും സിഗ്നൽ അവിടെ ലഭിച്ചിരിക്കാം എന്ന സാധ്യതയുണ്ട്. ആ സാധ്യതയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴും തെരച്ചിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. എന്തായാലും
100% വിജയപ്രതീക്ഷ, ശുഭപ്രതീക്ഷ, ആത്മവിശ്വാസമൊക്കെ വെച്ച് പുലർത്തിക്കൊണ്ടുള്ള രക്ഷാപ്രവർത്തനമാണ്. ഏറെ ദുഷ്കരമായ രക്ഷാപ്രവർത്തനമാണ്. മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇന്ന് ജില്ലയിൽ റെഡ് അലേർട്ടാണ്. പക്ഷേ പകൽ സമയം വലിയ ശക്തമായ മഴയൊന്നും ഈ പ്രദേശത്തുണ്ടായിട്ടില്ല. ശക്തമായ കാറ്റ് വരുന്നുണ്ട്. പക്ഷേ മഴ ശക്തി പ്രാപിക്കുന്നില്ല. പക്ഷേ ഇനി ഉച്ചയ്ക്ക് ശേഷം മഴ ഉണ്ടാവാതിരിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയും കൂടി രക്ഷാപ്രവർത്തക സംഘവും അതുപോലെ തന്നെ ഇവിടെയുള്ള ചുറ്റും കൂടി നിൽക്കുന്ന ആളുകളുമൊക്കെ പങ്കുവെക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ആ മനുഷ്യജീവനെ, ആ ചെറുപ്പക്കാരനെ അവിടെ നിന്ന് കൈപിടിച്ചുയർത്തുക, അതിനുള്ള സാധ്യതകളാണിപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുന്നുണ്ട്. ഈ NDRFിൻ്റെയും SDRFിൻ്റെയും അതുപോലെ തന്നെ പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും നാവികസേന സ്കൂബ ടീമിൻ്റെയും ഒക്കെ വിവിധ സംഘങ്ങളാണ് ഈ രക്ഷാപ്രവർത്തനം തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. ആ മണ്ണ് നീക്കി ആ ലോറിയെ കണ്ടെത്തുക മാത്രമല്ല, അതിനുള്ള മനുഷ്യജീവനെ, ആ ചെറുപ്പക്കാരനെ ജീവനോടെ തന്നെ പുറത്തെത്തിക്കുക എന്ന പ്രഥമമായ പരിഗണന മാത്രമാണിപ്പോൾ, ആ ലക്ഷ്യം മാത്രമാണ് മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം തുടർന്നു പോകുന്നത്. എന്തായാലും ഇന്ന് വൈകുന്നേരത്തോടു കൂടി അതിലൊരു വ്യക്തത ഉണ്ടാവും, അതിലൊരു സ്ഥിരീകരണം ഉണ്ടാവും, ആ ലോറിയെ കുറിച്ചുള്ള ഒരു സ്ഥിരീകരണം ഉണ്ടാവും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ സിഗ്നൽ ലഭിച്ചത് പ്രകാരം തന്നെയാണ് ഡ്രില്ലിംഗ് തുടങ്ങുന്നത്. അങ്ങനെയെങ്കിൽ അർജുനുള്ള വണ്ടിയുടെ, ലോറിയുടെ ഒരു ഏകദേശ ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട് എന്ന് പ്രതീക്ഷാപൂർവം ഈ സമയത്ത് പ്രേക്ഷകരെ അറിയിക്കാൻ കഴിയുമോ അരുൺ? ഹാഷ്മി, നമുക്കിപ്പോൾ പ്രതീക്ഷയുണ്ട്. കാരണം ഞാൻ ഏകദേശം ഒരു 4 മണിക്കൂറായി ഈ ഭാഗത്ത് തന്നെ നിൽക്കുന്നുണ്ട്. ഈ ഭാഗത്ത് നേരത്തെ റഡാർ സംവിധാനം ഉപയോഗിച്ച് പരിശോധന നടത്തിയിരുന്നു. ആ പരിശോധന നടത്തിയപ്പോൾ ഈ ലോറിയുടേതെന്ന് സംശയിക്കുന്ന സിഗ്നൽ ലഭിച്ചു എന്ന് മാത്രമാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. അത് ഒരിക്കലും സ്ഥിരീകരിക്കാൻ കഴിയില്ല, അത് വ്യക്തതയല്ല, പക്ഷേ ഒരു സാധ്യത മാത്രമാണെന്ന് പറഞ്ഞിരുന്നു. കൂടുതൽ മണ്ണ് മാറ്റിയാൽ മാത്രമേ, ഡ്രൈ സോയിലല്ല, ഈ മലയിൽ നിന്ന് വെള്ളം ഒലിച്ചിറങ്ങുന്നുണ്ട്, അതുകൊണ്ട് ഈ മണ്ണിന് നനവുണ്ട്. അതുകൊണ്ട് ഈ റഡാർ സംവിധാനം ഉപയോഗിച്ചുള്ള പരിശോധന കാര്യക്ഷമമായി നടപ്പിലാക്കാൻ ആ സമയത്ത് കഴിയില്ല എന്നും ഉദ്യോഗസ്ഥർ പങ്കുവച്ചതാണ്. എന്തായാലും ഞാൻ നിൽക്കുന്ന ഈ ഒരു 4-5 മണിക്കൂറിന് ശേഷമാണ് ഇപ്പോൾ ഈ ഉച്ചയോടുകൂടി ഒരു 1:15 കൂടിയാണ് ഈ ഡ്രില്ലിംഗ് ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഈ ലോറിയുടെ ഒരു സിഗ്നൽ ലഭിച്ചിട്ടുണ്ടാവാം. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഇപ്പോൾ ഇങ്ങനെ ഒരു പരിശോധന നടത്തുന്നെന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. എന്തായാലും ഉദ്യോഗസ്ഥർ അക്കാര്യത്തിലൊരു ഔദ്യോഗികമായ സ്ഥിരീകരണങ്ങളൊന്നും തന്നെ നൽകിയിട്ടില്ല. നമുക്കിവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം നമ്മൾ പങ്കുവെക്കുകയാണ്. ഈ ഡ്രില്ലിംഗ് ശബ്ദം ഇപ്പോഴാണ് ഒരു 10-15 മിനിറ്റ് മാത്രമായിട്ടുള്ളൂ ഈ ഡ്രില്ലിംഗ് ശബ്ദം അവിടെ നിന്നും രൂപപ്പെടാൻ തുടങ്ങിയിട്ട്. ഒപ്പം ആ ഒരു ഭാഗത്തുള്ള മണ്ണ് JCBയും ഹിറ്റാച്ചിയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നീക്കം ചെയ്യുന്നുണ്ട്. നിരവധി ലോറികൾ ആ പ്രദേശത്തു കൂടി വന്നു പോകുന്നുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു പക്ഷേ ഈ വീണ്ടും റഡാർ പരിശോധന നടത്തിയിട്ടുണ്ടാവാം. റഡാർ സംവിധാനം ഉപയോഗിച്ചുള്ള പരിശോധനയിൽ ഒരു പക്ഷേ ലോറിയുടെ ഏതെങ്കിലും ഒരു സാധ്യത, ലോറി സ്ഥിതി ചെയ്യുന്ന ആ സിഗ്നൽ ലഭിച്ചിട്ടുണ്ടാവാം. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഈ ഡ്രില്ലിംഗ് നടത്തുന്നതെന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. ഇപ്പോഴും പരിശോധന തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ശുഭപ്രതീക്ഷയോടുകൂടി തന്നെ ജില്ലാ ഭരണകൂടവും കർണാടക, കേരള സംസ്ഥാന സർക്കാരുകളുമൊക്കെ മുന്നോട്ട് പോകുന്നു. എന്തായാലും ആ മനുഷ്യജീവനെ, ആ ചെറുപ്പക്കാരനെ കൈപിടിച്ചുയർത്താൻ കഴിയും, കരക്കെത്തിക്കാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസം തന്നെയാണ് ഇപ്പോൾ നിലവിലുള്ളത്. വലിയ തോതിലുള്ള ഒരു മണ്ണിടിച്ചിലാണ് ഉണ്ടായത്. ഭീകരമായ അവസ്ഥയാണ് ഈ പ്രദേശത്തുണ്ടായതെന്ന് നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാവുന്നുണ്ട്. ഭയാനകമായൊരു അന്തരീക്ഷമാണ്. എന്തായാലും ഈ പ്രതികൂലമായ കാലാവസ്ഥയൊക്കെ തരണം ചെയ്തുകൊണ്ട് രക്ഷാപ്രവർത്തനം ഇപ്പോഴും മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ നിലവിൽ മഴ മാറി നിൽക്കുന്നു, വെളിച്ചമുണ്ട്. അതുകൊണ്ട് അനുകൂലമായ സാധ്യതകളൊക്കെയുണ്ട്. ഈ സാധ്യതകൾ പരമാവധി ഉപയോഗിക്കുക എന്നതാണ് ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരുകളും ഈ രക്ഷാപ്രവർത്തക സംഘമൊക്കെ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധനയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഹാഷ്മി, ഓക്കെ, ഞാൻ എത്താം. എന്തായാലും അവിടെ മനുഷ്യസാധ്യമായ കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു പ്രതീക്ഷയുടെ ഡ്രില്ലിംഗ് ശബ്ദം കേൾക്കുന്നുണ്ട് എന്നുള്ളതാണ് അരുൺ പാറക്കൽ അവിടെ നിന്ന് പറയുന്നത്. വളരെ അടുത്ത് ഈ പറയുന്ന സ്ഥലത്തിന് ഒരുപാട് അകലെ അല്ലാതെ നിൽക്കുകയാണ് അരുൺ. അപ്പോൾ ആ ഡ്രില്ലിംഗ് ശബ്ദം ഈ റഡാറിൽ നിന്ന് കിട്ടുന്ന ഏതെങ്കിലും ഒരു സിഗ്നലിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതീക്ഷാപൂർവ്വം നോക്കുകയാണ് എന്ന് നമുക്ക് വിലയിരുത്താം. എന്തായാലും ഉണ്ടായത് അസാധ്യമായ, അപാരമായ ഒരു മണ്ണിടിച്ചിലാണെന്ന് പറയേണ്ടി വരും. കാര്യം ആ ഗംഗാവലി പുഴയുടെ നടുക്ക് ഒരു മൺകൂന രൂപപ്പെടുന്നു. 25 അടി 30 അടിയോളം താഴമുള്ള താഴ്ചയുള്ള വലിയ പുഴയാണ്. ആ പുഴയിൽ അത്രയും മൺകൂന ഉണ്ടാവണമെങ്കിൽ ആലോചിക്കാവുന്നേ ഉള്ളൂ എത്രമാത്രം മണ്ണ് താഴേക്ക് വന്നു എന്നുള്ള കാര്യം. എത്രയും പെട്ടെന്ന് ഒരു നല്ല വാർത്ത അവിടെ നിന്ന് വരട്ടെ. എന്തായാലും